നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുണ്ടക്കൈ ദുരന്തബാധിത പ്രദേശം സന്ദർശിക്കാനെത്തിയ മേജർ രവിക്കെതിരെ സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്തെന്ന് കാണിച്ച പരാതി. ഡിഫൻസ് സർവീസ് റെഗുലേഷൻ പ്രകാരം സൈന്യത്തിൽ നിന്നും വിരമിച്ചയാൾ സൈനിക യൂണിഫോം ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണ് എന്നും മേജർ രവി സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്തുവെന്നുമാണ് പരാതി. വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനായ RA അരുൺ എന്നയാളാണ് പരാതി നൽകിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും പോലീസിനും പ്രതിരോധ മന്ത്രാലയത്തിനും ഇയാൾ പരാതി നൽകിയിട്ടുണ്ട്. സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് മേജർ രവിയുടെ പ്രവൃത്തിയെന്നും ഇത് സുരക്ഷാ പ്രവർത്തനങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നും വ്യക്തമാക്കിയ പരാതിക്കാരൻ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതുൾപ്പെടെ മേജർ രവിയുടെ പ്രവൃത്തിയെ ശക്തമായി തന്നെ അപലപിക്കുകയാണ് ഉണ്ടായത്. മോഹൻലാലിനൊപ്പം മേജർ രവി അടങ്ങുന്ന സംഘം ഇന്നലെയാണ് വയനാട് ദുരന്തമുഖത്ത് എത്തിയത്. വയനാട്ടിലെ ദുരന്തമുഖത്ത് നിന്നും സെൽഫി എടുത്ത മേജർ രവിക്ക് കടുത്ത വിമർശനമാണ് ഉണ്ടായിരുന്നത്. നടനും ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണലുമായ മോഹൻലാലിനൊപ്പമുള്ള സെൽഫിയാണ് നടനും സംവിധായകനുമായ മേജർ രവി പങ്കുവച്ചത്. PRO ഡിഫൻസ് കൊച്ചി എന്ന എക്സ് പേജിലാണ് മേജർ രവി സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. ചിത്രത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനമാണ് ഉയർന്നത്. ഇയാൾ മേജർ രവിയല്ല, മൈനർ രവിയാണ് എന്നാണ് ചിലർ പ്രതികരിക്കുന്നത്. ചവിട്ടി നിൽക്കുന്ന മണ്ണിനടിയിൽ എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് മുണ്ടക്കൈയിലും ചൂരൽമലയിലും നിലവിലുള്ളത്. അങ്ങനെയുള്ള ദുരന്ത ഭൂമിയിലെത്തി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കാനുള്ള ഔചിത്യം കാണിക്കണമെന്നും സെൽഫി എടുത്ത് ശരിയായില്ല എന്നുമാണ് വിമർശനം. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളുണ്ടെന്നും പലരും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിരുന്നു. അതേസമയം മോഹൻലാലും മേജർ രവിയും അടങ്ങുന്ന സംഘം ടെറിട്ടോറിയൽ ആർമിയുടെ ബേസ് ക്യാമ്പിലാണ് ഇന്നലെ രാവിലെയോടെ എത്തിയത്. സൈനിക വേഷത്തിൽ തന്റെ 122 ഇൻഫൻട്രി ബറ്റാലിയൻ ടീമിനൊപ്പമാണ് മോഹൻലാൽ എത്തിയത്. ആർമി ക്യാമ്പിലെത്തിയ ശേഷമാണ് അദ്ദേഹം ദുരന്തഭൂമി സന്ദർശിച്ചത്. എന്തായാലും ഇതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ശക്തമായി തന്നെ ഉയർന്നത്. എന്തായാലും ഇതിനെതിരെ ഈ പ്രതികരിക്കാൻ മേജർ രവി അടക്കമുള്ളവർ തയ്യാറാകും എന്നാണ് വിചാരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ അതിനെതിരെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെതിരെ പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള നിരവധി ആളുകളാണ് രംഗത്തുള്ളത്. അത് കേസായി മുന്നോട്ട് പോകുമോ അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്.